ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി കണ്ടാലോ? കണ്ണൂർ സ്റ്റൈലിലെ നാടൻ ചെമ്മീൻ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യലി. അപ്പൊ വീക്കെൻഡ് സ്പെഷ്യൽ ഇതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എന്റെ വീഡിയോ നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ നല്ലൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഇന്നത്തെ എന്റെ റെസിപ്പി. അവര് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ പിന്നെ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ചെമ്മീൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കിലോ ചെമ്മീനാണ് ഇത്. അപ്പൊ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇതെല്ലാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പൊ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി കുതിർത്ത് വെക്കാം. അതിനായിട്ട് ഞാൻ ബാസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 4 ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്ത് വെക്കാം. ഇനി ഇത് നിങ്ങൾക്ക് കൈമ റൈസിലും തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ 3 ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ വേഗം ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ട് ഇതുപോലെ പിന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം കുറച്ച് മുന്തിരി, അതും കൂടി വറുത്തെടുക്കാം. ഒരു 15-20 മുന്തിരിയോളം മതിയാവും. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ചും കൂടി എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇനി അതേ എണ്ണയിലോട്ടേക്ക് തന്നെ നമുക്ക് എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 10-12 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തതായിരിക്കണം. അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വേഗം വാടി വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേഗം ഉള്ളി ഒന്ന് വാടും. പിന്നെ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും അതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതും നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ എല്ലാത്തിന്റെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അപ്പൊ നല്ല പോലെ വഴറ്റിയതിന് ശേഷം തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. തക്കാളി ഒരു 5 എണ്ണം മതിയാവും. 5 ഉള്ളിയും 5 തക്കാളി അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാം നല്ല പോലെ വഴറ്റി ഒരു ഗ്രേവി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെമ്മീൻ ഇതിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെയും വേവിക്കാം കേട്ടോ. ഞാൻ ഇതിങ്ങനെ തനിയെ വേവിച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ 2 മുട്ടയും കൂടി ഞാൻ പുഴുങ്ങിയിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയിലോട്ടേക്ക് നമുക്ക് വേവിച്ചു വെച്ച ഈ ചെമ്മീൻ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിലുള്ള പൊടികൾ, ഗരം മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടി എല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്താൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് പിന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഗ്രേവി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാവേ. അപ്പോൾ 2 സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് സ്പൈസസ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് ആണ് ഞാൻ ബാസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇരട്ടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കരിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ഗ്രീൻ പീസ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ്. ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൂടും. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് തിളച്ചതിന് ശേഷം നമ്മൾക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. മുഴുവനും വേവണം ഇല്ല. ഒരു പിന്നെ 80% വെന്താൽ മതി. ബാക്കി 20% നമുക്ക് ദമ്മ് ചെയ്തിട്ട് വേവിക്കാം. അപ്പൊ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊറ്റിക്കളയാം. അപ്പൊ ഈ കുക്കറിൽ ഗ്യാസ് കട്ട് ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഊറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ നേരത്തെ ലൈം ജ്യൂസും കൂടി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ ഓരോ അരിയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടില്ലേ,
അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ഗ്യാസ് കട്ടില്ലാതെ വേഗം നമുക്ക് ഊറ്റിക്കളയാൻ എളുപ്പമാണ്. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ദമ്മിന്റെ പരിപാടി നോക്കാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെക്കാം. ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി അതൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും നമുക്ക് മസാല അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്, ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. ഇനി ബാക്കിയുള്ള റൈസും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ഒരു മണത്തിനും പിന്നെ ഒരു ഫ്ലേവറിനും വേണ്ടി പൈനാപ്പിൾ എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. പക്ഷേ നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് പാലിൽ ടർമറിക് പൗഡർ കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ്. ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കാറില്ല, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും ഉള്ളി വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴ ഇലയിൽ പിന്നെ ദം ചെയ്യാം. വാഴ ഇലയിൽ ദം ചെയ്യുമ്പോൾ ഇലയുടെ നല്ല ഒരു മണവും അതിൻ്റെ നല്ല ഒരു ഫ്ലേവറും കൂടി ഈ റൈസിന് കിട്ടും. അങ്ങനെ ഒരു 20% കൂടി വെന്ത് കിട്ടിയാൽ മതി. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് ദം ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ എൻ്റെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ, നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി. അപ്പോൾ വിളമ്പുന്ന ഒരു രീതിയും കൂടിയുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം അടിയിലുള്ള മസാലയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാ കണ്ടില്ലേ, അടിയിലുള്ള മസാലയൊക്കെ ഇങ്ങനെ എടുക്കാം. പിന്നെ മേലെയുള്ള കുറച്ച് വൈറ്റ് റൈസും പിന്നെ ഓണിയൻ ഫ്രൈ ചെയ്തത്, കാഷ്യൂനട്ട് അതൊക്കെ ഇങ്ങനെ മേലെ വെക്കുക. എന്നതിന് ശേഷമാണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ സെർവ് ചെയ്യുന്നതിനും ഓരോ രീതികളുണ്ട്. ഈ ബിരിയാണിക്ക് നല്ല മണം, എന്താ മണം എന്നറിയോ? അപ്പൊ എത്ര എളുപ്പത്തിലും വേഗത്തിലുമാണ് ഈ ചെമ്മീൻ ബിരിയാണി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പൊ പിന്നെ എൻ്റെ ഈ ചെമ്മീൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇതുപോലത്തെ ഈസി റെസിപ്പിക്ക് വേണ്ടി നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ പിന്നെ അടുത്ത റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.